ഈ സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചൂഷണം അതിനെതിരായി ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട്. മലയാളിയായിട്ടുള്ള അന്ന സെബാസ്റ്റ്യൻ്റെ മരണം ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്ന ചൂഷണം സംബന്ധിച്ച് കൂടുതൽ സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു അന്ന സെബാസ്റ്റ്യൻ്റെ മാത്രം വിഷയമല്ല. ഞങ്ങളിന്നലെ അന്ന സെബാസ്റ്റ്യൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവരുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചപ്പോൾ ആ കമ്പനിയിൽ 16-17 മണിക്കൂറാണ് ഒരു വിശ്രമമില്ലാതെ ഉറങ്ങാൻ പോലും കഴിയാതെ ആ കമ്പനിയുടെ അധികൃതർ ഇവരുടെ മേൽ ജോലിഭാരം അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഉറങ്ങാൻ കഴിയാത്തത് സംബന്ധിച്ച് ആ കമ്പനിയിൽ ജോലി എങ്ങനെ തുടരും എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകൾ അന്നയുടെ അച്ഛനുമായി അന്ന പങ്കുവച്ചിരുന്നു എന്നാണ് അന്നയുടെ അച്ഛൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എത്രമാത്രം ഭീകരമായൊരവസ്ഥയാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോട് വലിയ ചങ്ങാത്തമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചങ്ങാത്തത്തിൻ്റെ ഭാഗമായി ഇത്തരം ചൂഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളെ ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ അന്നയുടെ മരണം പരാമർശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മൾ കേട്ടതാണ്. അപ്പോൾ തൊഴിൽ ചൂഷണം അതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് അവിടെയുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്തതിന് പകരം ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനാവശ്യമായ പരിശീലനം കുടുംബത്തിൽ നിന്ന് നേടണം എന്നൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി അവിടെ പറഞ്ഞത്. അങ്ങേയറ്റം ലജ്ജാകരമായ അപമാനകരമായ ഒരു പ്രസ്താവനയാണ്. ഒരിക്കലും ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം അത്തരം പ്രസ്താവനകൾ സംബന്ധിച്ച് DYFI ഉയർത്തിയിരുന്നു. ആ ഒരു പ്രതിഷേധത്തോടു കൂടി അവസാനിപ്പിക്കുകയല്ല, ഈ മേഖലയിലെ തൊഴിൽ ചൂഷണം സംബന്ധിച്ച് ശക്തമായ ക്യാമ്പയിനുകളും തുടർ പ്രക്ഷോഭവും നടത്തണം എന്നാണ് DYFI ആഗ്രഹിക്കുന്നത്. സെപ്റ്റംബർ 25-26 തീയതികളിൽ കേന്ദ്ര തൊഴിൽ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കേരളത്തിൽ നിന്ന് 1 ലക്ഷം ഇമെയിൽ സന്ദേശങ്ങൾ അയക്കണം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാണ് ഇപ്പോൾ DYFI ആലോചിക്കുന്നത്.